പള്ളികളും ക്ഷേത്രങ്ങളും മോസ്കുകളുമെല്ലാം മനുഷ്യൻ്റെ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രത്യാശയുടെ തിരുനാളങ്ങളാണ്, നെയ്ത്തിരിനാളങ്ങളാണ് മനുഷ്യൻ നൽകുന്നത്. അത്തരത്തിലേറെ പ്രശസ്തമായ ദേവാലയങ്ങളെ പരിചയപ്പെടുത്തുന്ന എൻറ്റയർ മീഡിയയുടെ ദിവ്യദർശനം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. ഉത്സവങ്ങളും ഉത്സവ ആഘോഷങ്ങളുമെല്ലാം ഒരു നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഉണർവാണ്. പ്രത്യേകിച്ച് ഉത്സവ ദിനങ്ങളിൽ പതിനായിരക്കണക്കിന് ആളുകളാണ് ആ ഭക്തൻ്റെ സന്നിധിയിലേക്ക് അല്ലെങ്കിൽ സന്നിധാന തിരുനടയിലേക്ക് എത്തിച്ചേരുന്നത്. അത്തരത്തിലേറെ പ്രശസ്തമായ ഒരു ക്ഷേത്ര സന്നിധിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. ഇവിടുത്തെ തിരു ഉത്സവമാണ് 2025 ഫെബ്രുവരി 27 മുതൽ മാർച്ച് 8 വരെ ഈ നാടും ഇവിടുത്തെ ആളുകളെല്ലാം ഭക്തി ആദരപൂർവ്വം ആഘോഷിക്കപ്പെടുകയാണ്. ഈ ആഘോഷത്തിൻ്റെ നേർക്കാഴ്ചകൾ ലൈവ് TV കേരളയുടെ എൻറ്റയർ മീഡിയ ടീം ദിവ്യദർശനം എന്ന പേരിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. ഒരുപാട് ആഘോഷങ്ങൾ ഇവിടെയുണ്ട്. ഇന്നിവിടെ തിരുവാതിര നടക്കുകയാണ്. ആ തിരുവാതിര ടീമിനൊപ്പമാണ് ഇതിൻ്റെ ഇൻട്രോ ഞാൻ നൽകുന്നത്. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങൾ ദിവ്യദർശനം എന്ന പേരിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നു. ഗജാനനം ഭൂതഗണാധിസേവിതം കപിത്തജംബോഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജോ. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ൃതം സ്റ്റേജിൽ കുറവാണ്. ശ്രീവാഴും പഴവങ്ങാടിയിലെ ഗണപതി ഭഗവാനേ, ശ്രീപാർവതിയുടയ തനയ പ്രിയ ഗണമുഖപാലകനേ, വിഘടേശ്വര സുഖദമൊരു ജീവിതമേ ഗണമേ. ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ ദൈവിക സാന്നിധ്യവും അർപ്പണബോധവും കഠിനാധ്വാനവും മനുഷ്യനെ മുന്നോട്ട് നയിക്കും എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായ ഒരു വ്യക്തി, ഒരു മാതൃക മലയാളി, വേൾഡ് പീസ് മിഷൻ്റെ ചാരിറ്റി മിഷൻ ഡയറക്ടർ കൂടിയായ ആതുര സേവന രംഗത്ത് തനത് വ്യക്തിമുദ്ര പതിപ്പിച്ച് നമുക്കൊക്കെ മാർഗദർശിയായ ഒരു മാതൃക മലയാളിയായ ഫിലിപ്പ് ജോസഫ് എന്ന ഫിലിപ്പച്ചായനെ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ആശംസകൾ നേരുന്നതിനായി സ്വാഗതം ചെയ്യാം. ഏറ്റുമാനൂരിലെ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവമാണ് വരുന്നത്. കൊടിയേറി ഇന്നലെ ഏറ്റുമാനൂരിലെ മഹാദേവ ക്ഷേത്രത്തിലെ മഹോത്സവത്തിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഏറ്റുമാനൂരപ്പൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരും വന്ന് തൊഴുത് വാങ്ങിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഈ നാടിൻ്റെ ഐശ്വര്യമാണ്, ഈ നാടിൻ്റെ സ്പന്ദനമാണ് ഏറ്റുമാനൂരപ്പൻ. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ഏറ്റുമാനൂരപ്പൻ്റെ അനുഗ്രഹത്തിനായി ഈ തിരുവോത്സവത്തിൽ കടന്നു വരണമെന്ന് സ്നേഹപൂർവ്വം അപേക്ഷിക്കുന്നു. എല്ലാവിധ ആശംസകളും ഉത്സവത്തിന് നേരുകയാണ്. ഞാൻ സനൽ ബാബു, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിന് സമീപം പുല്ലാതാനിക്കൽ ജ്യോതിഷാലയം നടത്തുന്നു.
ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിന് പുല്ലാന്താനിക്കൽ ജ്യോതിഷാലയത്തിൻ്റെ തിരു ഉത്സവ ആശംസകൾ നേരുന്നു. ചരിത്രപ്രസിദ്ധമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തെക്കുറിച്ചും ഉത്സവ ആഘോഷങ്ങളെക്കുറിച്ചും നമ്മളോട് സംസാരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരവിന്ദ് SG നായരാണ്. നമസ്കാരം. ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവം ഫെബ്രുവരി 27 മുതൽ മാർച്ച് 8 വരെ നടക്കുകയാണ്. നമ്മൾ ഇന്നിപ്പോൾ ഒന്നാം ദിവസമായി ഇന്ന് രാവിലെ 10:40 തന്ത്രി അദ്ദേഹം നമ്മുടെ തൃക്കൊടിയേറ്റ് ചടങ്ങുകൾ പൂർത്തീകരിച്ചിട്ടുള്ളതാണ്. ഇന്ന് വൈകിട്ട് വൈക്കം വിജയലക്ഷ്മിയുടെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നു. നാളെ മുതൽ നമുക്ക് എഴുന്നള്ളിപ്പുകൾ ആരംഭിക്കുകയാണ്. നാളെ മുതൽ രാവിലെയും വൈകിട്ടും ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്നുണ്ട്. നാളെ 3 ആന, തുടർന്ന് ഓരോ ദിവസങ്ങളിലും ആനയുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇപ്രാവശ്യത്തെ ഉത്സവത്തിനോടനുബന്ധിച്ച് നമ്മൾ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പ്രധാനമായും നമുക്ക് വരുന്നത് രാവിലെയും വൈകിട്ടും, രാവിലെ മേളങ്ങൾക്കും വൈകിട്ട് പഞ്ചവാദ്യവും അവസരത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു ക്ഷേത്രവാദ്യ കലകൾ കൂടിച്ചേരുന്ന രീതിയിലുള്ള ഉത്സവമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ടുള്ള എല്ലാ മേളപ്രമാണിമാരും ഇവിടെ എത്തുന്നുണ്ട്. തൃശ്ശൂർ പൂരത്തിൻ്റെ മേളപ്രമാണിയായിട്ടുള്ള കിഴക്കൂട്ട് അനിയന്മാരാർ, പാറമേക്ക വിഭാഗത്തിൻ്റെ മേളപ്രമാണിയായിട്ടുള്ള ചേരനല്ലൂർ ശങ്കരൻകുട്ടിമാരാർ, മുൻ തൃശ്ശൂർ പൂര മേളപ്രമാണി പെരുവനം കുട്ടന്മാരാർ, കൂടാതെ പെരുവനം സതീശൻ, പെരുവനം പ്രകാശന്മാരാർ, ജയറാം, പത്മശ്രീ ശങ്കരൻകുട്ടിമാരാർ തുടങ്ങി എല്ലാ മേളക്കാരും ഇവിടെ നമ്മൾ എത്തിച്ചേരുന്നുണ്ട്. കൂടാതെ പഞ്ചവാദ്യ കുലപതികളായിട്ടുള്ള കൊങ്ങാട് മധു, ചെറുപ്പളശ്ശേരി ശിവനാശാൻ, പരക്കാട് തങ്കപ്പന്മാരാർ തുടങ്ങി വടക്കൻ കേരളത്തിലുള്ള എല്ലാ ഏകദേശം പരമാവധി കലാകാരന്മാരെ നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലമായ ഉത്സവമാണ് ഇപ്രാവശ്യം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതുകൂടാതെ നാവസരത്തിന് പ്രാധാന്യമുള്ള ഒരു സ്ഥലം കൂടെയാണ് ഏറ്റുമാനൂർ ക്ഷേത്രം. അതുകൊണ്ട് തന്നെ നാവസരത്തിന് ലോകത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള ശ്രീലങ്കൻ നാവസരക്കാരായിട്ടുള്ള ബാലമുരുകൻ, ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ചിന്നമന്നൂർ കാർത്തി, അങ്ങനെ തുടങ്ങി നാവസരക്കാരും പ്രധാനമായും പ്രശസ്തരായിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ വരുന്നത്. കൂടാതെ തിടമ്പെടുക്കുന്ന ആനകൾ, അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കിവിടെ ആകെ 58 ആനകളാണ് നമുക്ക് ആവശ്യമുള്ളത്. ആ ആനകളിൽ ഭൂരിപക്ഷവും കേരളത്തിലെ പ്രശസ്തരായിട്ടുള്ള ആനകളാണ്. തിടമ്പെടുക്കുന്ന ആനകൾക്ക് നല്ല രീതിയിൽ നമ്മൾ പ്രാധാന്യം നൽകിക്കൊണ്ട് പാറന്നൂർ നന്ദൻ, ഉഷശ്രീ ശങ്കരൻകുട്ടി, പുതുപ്പള്ളി കേശവൻ, പാമ്പാടി രാജൻ, മധുരപ്പുറം കണ്ണൻ, ചെർപ്പുളശ്ശേരി ശ്രീ അയ്യപ്പൻ, ഗുരുവായൂർ നന്ദൻ എന്നീ പ്രശസ്തരായ ആനകളാണ് നമുക്കിവിടെ എഴുന്നള്ളിപ്പിനായി എത്തിച്ചേരുന്നത്. കൂടാതെ നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് നമ്മൾ കാണാൻ സാധിക്കുന്നത് വടക്കൻ കേരളത്തിൽ മാത്രം കണ്ടുവരാറുള്ള ഈ പൂരപ്പന്തൽ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇപ്രാവശ്യം ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ, എനിക്ക് തോന്നുന്നു കോട്ടയം ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു, അത് നമ്മുടെ തൃശ്ശൂരും നമ്മുടെ നെന്മാറ വേലയിലേക്ക് ഇന്നിവിടങ്ങളിൽ ചെയ്തു വരുന്ന ആരാധന ലൈറ്റ്സ് ആൻഡ് പന്തൽ അവരുടെ നമ്മൾ കോൺടാക്ട് ചെയ്യുകയും അവർ ദൂരക്കൂടുതലാണെങ്കിൽ കൂടി നമ്മുടെ ആഗ്രഹത്തിന്മേൽ വന്നു ആദ്യമായി നമുക്ക് സാധിച്ചു തരികയും അതിൻ്റെ സ്വിച്ച് ഓൺ കർമ്മം നമ്മൾ ഇന്നിവിടെ നടത്തിയിട്ടുള്ളതാണ്. അങ്ങനെ മൊത്തത്തിൽ അലങ്കാരമായി കഴിഞ്ഞാലും ക്ഷേത്രവാദ്യ കലകളായി കഴിഞ്ഞാലും നല്ല രീതിയിൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കൂടാതെ സ്റ്റേജ് പ്രോഗ്രാമുകൾ നമ്മുടെ പ്രധാനമായും കേരളത്തിൻ്റെ വാനമ്പാടിയായിട്ടുള്ള KS ചിത്രചേച്ചി നമുക്ക് വരുന്നുണ്ട്. ചിത്രചേച്ചി അറിയാം, നമുക്ക് അങ്ങനെ നമ്മുടെ ഭക്തിഗാനമേള അങ്ങനെ വളരെ അപൂർവമായി മാത്രമേ ചെയ്തു വരാറുള്ളൂ. എന്നാൽ ഏറ്റുമാനൂരപ്പൻ്റെ ആ ഒരു ഭഗവാനോടുള്ള ഭക്തി കാരണം നമ്മുടെ ആ മാർച്ച് 7 പള്ളിവെട്ട ദിവസം രാത്രി 10 മണിക്ക് ഭക്തിഗാനമേളയ്ക്കായി ചിത്രചേച്ചി എത്തിച്ചേരുന്നുണ്ട്. അന്നേ ദിവസവും 9:30 ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ VN വാസവൻ സാർ അവറുകളും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് സാർ, മെമ്പർ അജികുമാർ സാർ എന്നിവർ ചേർന്നുകൊണ്ട് ഒരു സ്നേഹാദരവ് നമ്മൾ ചിത്രചേച്ചിക്ക് നൽകുന്നുണ്ട്. മാർച്ച് 6-നാണ് ഏഴര പൊന്നാന ദർശനം വരുന്നത്. രാത്രി 12 മണിക്കാണ് ഏഴര പൊന്നാന ദർശനം. അന്ന് സ്റ്റേജ് പ്രോഗ്രാമായി ആശാശരത്തിൻ്റെ നമ്മുടെ നൃത്തങ്ങൾ നമുക്കുന്നുണ്ട്. നാളെ വൈകിട്ട് വേദാമിത്ര അവതരിപ്പിക്കുന്ന വയലിൻ ഫ്യൂഷൻ ഉണ്ട്. കഥകളി ആണ് മെയിനായിട്ട് ഇവിടെ അടുത്ത് പ്രധാനമായിട്ടുള്ളത്. 3 ദിവസം കഥകളിക്ക് നമ്മൾ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. കഥകളിയിൽ ഇപ്രാവശ്യം കേരള കലാമണ്ഡലം നമ്മൾ കഥകളി ഇവിടെ നടത്തുന്നുണ്ട്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് അവർ എത്തിച്ചേരുന്നത്. കൂടാതെ കോട്ടയ്ക്കലിൻ്റെ കഥകളി, അതല്ലാതെ തന്നെ നമ്മൾ ഇവിടുത്തെ കോട്ടയം കളിയരങ്ങ് രൂപപ്പെടുത്തിയിട്ടുള്ള ഒരു കഥകളി നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. അങ്ങനെ നമ്മളെല്ലാ കാര്യങ്ങളിലും മികച്ച രീതിയിലുള്ള ഒരു ഉത്സവമാണ് ഇപ്രാവശ്യത്തെ ഏറ്റുമാനൂർ ഉത്സവം. കേരളത്തിലെ മറ്റേത് വലിയ ക്ഷേത്രങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ പോലും
ഓരോ വിഭാഗത്തിലാണ് അത് പ്രാധാന്യം. ഇപ്പോൾ തൃപ്പൂണിത്തറ മേളത്തിലാണെന്ന് കൂടിയും അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോആണ്. എന്നാൽ ഇവിടെ മേളത്തിനും പഞ്ചവാദ്യത്തിനും അവസരത്തിനും സ്റ്റേജ് പ്രോഗ്രാമിനും അലങ്കാരത്തിനും ഉൾപ്പെടെ ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഏറ്റുമാനൂരപ്പൻ്റെ ഉത്സവം ഏറ്റവും മികച്ച രീതിയിൽ ചെയ്യുവാൻ പരമാവധി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ ആഴത്തിൽ ഒരുപാട് ഭക്തർ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് നമ്മൾ നോട്ടീസിലൊന്നും പേരില്ലാത്തതിന് ഒരുപാട് പേര് അവരുടെ സമയങ്ങൾ നമ്മൾ വിലപ്പെട്ട സമയങ്ങൾ ഉൾപ്പെട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അവരുടെ അങ്ങനെ ഒരുപാട് ഏറ്റുമാനൂർ ഭക്തരുടെ ഒരു സഹായത്തോടു കൂടിയാണ് നമ്മൾ ഈ ഉത്സവം പൂർത്തീകരിച്ചിട്ടുള്ളത്. കൂടാതെ ഇപ്രാവശ്യത്തെ ഉത്സവത്തിന് കുറച്ച് നിയന്ത്രണങ്ങൾ നമ്മൾ ഫോറസ്റ്റിൻ്റെ വിഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിലുണ്ട്. ആനകളുടെ നിയന്ത്രണമാണ്. വടക്കൻ കേരളത്തിൽ ആനകളുടെ ഈ ഒരു മതപ്പാടോ അല്ലെങ്കിൽ ഈ പറയുന്ന ആക്രമണങ്ങളൊക്കെ രൂക്ഷമായതുകൊണ്ട് ആനകളുടെ സമീപത്തിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതിലേക്ക് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് നിയന്ത്രണങ്ങൾ ആന എഴുന്നേൽപ്പിലുണ്ടായിരിക്കും. നമ്മൾ നിർദ്ദേശങ്ങൾ സ്വയമേ നമ്മളൊന്ന് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. കാര്യം ഈ ചൂട് സമയം കൂടെയാണ്. നമ്മുടെ ഇവിടെ മതിൽക്കെട്ടിനകത്തായത് കൊണ്ട് തന്നെ ആനകളെ തൊടുന്നതും മറ്റു കാര്യങ്ങളിലും ഒരു നിയന്ത്രണം ഉണ്ടായിരിക്കും. ആറാട്ടിന് നമ്മൾ എഴുന്നള്ളുന്ന സമയത്ത് വഴികളിൽ അനാവശ്യമായി തടസ്സങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആനകളെ സ്റ്റേജ് പ്രോഗ്രാമുകളും കാര്യങ്ങളും ചെയ്യുന്നതൊക്കെ പൂർണ്ണമായി പ്രാവശ്യം ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ രീതിയിൽ ഏറ്റവും നിയന്ത്രണങ്ങളോട് കൂടിയും എന്നാൽ ആ നിയന്ത്രണങ്ങൾ ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ നല്ല വിപുലമായി നടത്തുന്നതിലേക്ക് വേണ്ടി തയ്യാറാക്കിയ രീതിയിലാണ് ഉത്സവങ്ങൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഉത്സവത്തിന് എല്ലാവരും എത്തിച്ചേരണമെന്ന് നമ്മൾ ഭക്തരോട് വിനീതമായി അഭ്യർത്ഥിച്ചു കൊള്ളുന്നു. ഞാൻ ഏറ്റുമാനൂരപ്പൻ കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഹേമന്ത് കുമാർ. ഏറ്റുമാനൂരപ്പൻ കോളേജ് ഏറ്റുമാനൂരെ മഹാദേവൻ്റെ പേരിൽ തുടങ്ങിയിട്ടുള്ള സ്ഥാപനമാണ്. 30 വർഷമായി ഈ സ്ഥാപനത്തെ നിലനിർത്തുന്നത് ഏറ്റുമാനൂർ മഹാദേവൻ തന്നെയാണ്. ഏറ്റുമാനൂർ അമ്പലത്തിലെ തിരുവുത്സവത്തിന് എൻ്റെയും കോളേജിൻ്റെയും പേരിലുള്ള എല്ലാ ആശംസകളും. നമസ്കാരം, ഞാൻ പാർവതി. ഏറ്റുമാനൂർ അതിരമ്പുഴ റോഡിലുള്ള പാർവതി ഗോൾഡിൻ്റെ മാനേജിംഗ് പാർട്ണറാണ്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് പാർവതി ഗോൾഡിൻ്റെ എല്ലാവിധ ആശംസകളും.
ഹലോ, എൻ്റെ പേര് അനന്തു സനൽ. ഞാൻ ഏറ്റുമാനൂർ പ്രവർത്തിക്കുന്ന പവർ ഡ്രൈവ് ഇലക്ട്രിക്കൽ എൻ്റർപ്രൈസസ് എൻ്റെ മാനേജിങ് പാർട്ണറാണ്. ഞങ്ങൾ എ ക്ലാസ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടേഴ്സാണ്. ഓൾസോ വി ഡു പാനൽ ബോർഡ് മാനുഫാക്ചറിങ്. ഞങ്ങൾ എല്ലാവിധ HT ആൻഡ് LT ഇലക്ട്രിക്കൽ വർക്കുകളും ചെയ്യുന്നൊരു സ്ഥാപനമാണ്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് പവർ ഡ്രൈവ് ഇലക്ട്രിക്കൽസിൻ്റെ പേരിലും എൻ്റെ പേരിലും ആശംസകൾ അറിയിക്കുന്നു. എനിക്കെൻ്റെ ഒരു അനുഭവം മാത്രം പറയാനാണ് ഭഗവാനെ കുറിച്ചുള്ളത്. എൻ്റെ മകന് വേണ്ടിയിട്ട് 3 വയസ്സായപ്പോൾ ഒരു മകന് രണ്ടാമത്തെ മകന് വേണ്ടി 13 ദിവസം ഇവിടെ ഭജന ഇരുന്നിരുന്നു. അപ്പോൾ ആ മോൻ ഇങ്ങനൊരു ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള മോനായിരുന്നു. അപ്പോൾ എപ്പോഴും ഇങ്ങനെ മിസ്സായിക്കൊണ്ടിരിക്കുമ്പോൾ തന്ത്രിയും മേൽശാന്തിയും പറഞ്ഞു, നിങ്ങൾ മോനെ ശ്രദ്ധിക്കണ്ട, അത് ഭഗവാൻ നോക്കിക്കോളും, നിങ്ങൾ ഫുൾ ഭജനയിൽ മാത്രം ശ്രദ്ധിക്കാൻ പറഞ്ഞു. അങ്ങനെ 13 ദിവസം എൻ്റെ കുട്ടിയുടെ ഒരു കാര്യങ്ങളും എന്നെ ബുദ്ധിമുട്ടിക്കാതെ അവൻ എവിടെയെല്ലാം ഈ കൃഷ്ണൻ ഭഗവാൻ മാറി മാറി പോകുന്ന പോലെ, കളിപ്പിക്കുന്ന പോലെ, ആ ഉണ്ണിക്കണ്ണനെ പോലെ അവൻ ഇതിന് പല വാതിലുകളുണ്ട് ഈ ക്ഷേത്രത്തിന്. തൊട്ടപ്പുറത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രമൊക്കെ ഉണ്ട്. അവിടെയെല്ലാം ഞാൻ ഭജന ഇരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുട്ടി മിസ്സായി പോകുമെങ്കിലും ഞാൻ ഭഗവാനിൽ വിശ്വസിച്ച്, ഭഗവാനെ മാത്രം വിശ്വസിച്ച് ചെയ്യാൻ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് ഞാൻ ചെയ്ത് 13 ദിവസം ഞാൻ ആ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടിയെ കൊണ്ട് യാതൊരു അപകടങ്ങളും ഒന്നും കൂടാതെ പൂർത്തിയായി ഭജന ഇരിക്കാൻ പറ്റിയത് ഭഗവാന്റെ ഒരു അനുഗ്രഹമായിട്ട് എനിക്കൊരു അനുഭവം പോലെ പറയാൻ സാധിച്ചതും നിങ്ങൾ ഞങ്ങളോട് ആവശ്യപ്പെട്ടതിലും നന്ദി. ഭഗവാന്റെ പേരിൽ നിങ്ങൾക്കും എനിക്ക് പറയാൻ സാധിച്ചുകൊണ്ട് നന്ദി രേഖപ്പെടുത്തുന്ന നിങ്ങൾക്ക് എല്ലാ ആശംസകളും പറയുന്നു. എൻ്റെ പേര് അനിൽ. ഞാൻ ഇവിടെ ഏറ്റുമാനൂർ പാലാറോഡിലുള്ള സെൻറ്റ് മേരീസ് സിമെൻറ്റ് സെൻറ്റർ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിങ് പാർട്ണറാണ്. ഞങ്ങളിവിടെ ചെയ്യുന്നത് കമ്പി, സിമെൻറ്റ്, ആസ്പെറ്റോ ഷീറ്റ്, പൈപ്പ് എല്ലാത്തിൻ്റെയും ഹോൾസെയിലും റീറ്റെയിലുമാണ് ചെയ്യുന്നത്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിന് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.
നമഃശിവായ നമഃശിവായ നമഃശിവായ. എൻ്റെ സ്ഥലം കായംകുളമാണ്, പത്തിയൂർ ഗ്രാമം. എനിക്ക് 75 വയസ്സുണ്ട്. ഞാൻ ഓച്ചിറയിൽ മക്കളില്ലാതെ എൻ്റെ മാതാപിതാക്കൾ ഭജനവിരുന്ന് ഉണ്ടായ ഒരു ആളാണ്. ഭാര്യയും മക്കളും എല്ലാമായി ജീവിക്കുന്നു. എനിക്ക് 74 വർഷത്തിനു മുമ്പ് ചോറ് തന്നത് ഈ ഏറ്റുമാനൂരപ്പൻ്റെ സന്നിധിയിലാണ്. ഞാനും ഈ സന്നിധിയുമായിട്ടുള്ള വിശ്വാസം അത്ര പറഞ്ഞാൽ തീരാത്ത പോലുള്ള ആ ഒരു ബന്ധം, ബഹുമാനമാണ് ഈ മണ്ണിനോടെയും ഇവിടുത്തെ ഏറ്റുമാനൂരപ്പനോടെയും ഉള്ളത്. ഞാൻ സാധാരണ ഒരു മനുഷ്യനെ പോലെ ജീവിക്കുന്നെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഭാര്യയും മക്കളും കൊച്ചുമക്കളും എല്ലാമുള്ള ഒരു വ്യക്തിയാണെന്ന്. കേരളത്തിൽ കോഴിക്കോട്ടെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു ആളുണ്ടായിരുന്നു സൂര്യനെ ഉപാസിക്കുന്നത്. ഞാൻ സൂര്യ ഉപാസകനാണ്. പല ചാനലിലും എൻ്റെ വിവരങ്ങൾ വന്നിട്ടുണ്ട്. 1 മണി സമയത്തും 2 മണി സമയത്തും 3 മണി സമയത്തും ഇപ്പോഴും ഏകദേശം 4 മണി കഴിഞ്ഞെന്ന് തോന്നുന്നു. സൂര്യനെ നോക്കിക്കൊണ്ട് എൻ്റെ നയനങ്ങൾ മങ്ങാതെ ഞാൻ സൂര്യനെ ഉപാസിക്കാനുള്ള കഴിവ് തന്നതിൽ ഏക പങ്ക് എൻ്റെ ഭക്തിയാണ്, ശിവഭക്തിയാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ശിവരാത്രിക്ക് ഞാൻ കാശിയിലാണ്. ഗംഗയിൽ മുങ്ങിക്കുളിച്ച് ഭഗവാനെ വണങ്ങി. അതുപോലെ തന്നെ പ്രയാഗ്രാജിലും പോകാനൊരു ഭാഗ്യം എനിക്ക് കിട്ടി. ക്ഷീണിതനായിരുന്നെങ്കിൽ തന്നെയും ഇന്നലെ രാത്രിയിൽ ഞാനിവിടെ വന്നു. ഭഗവാന്റെ സന്നിധിയിൽ ഇത്രയും ജനങ്ങൾ, ഭക്തജനങ്ങൾ ഒത്തുകൂടിയ ഈ മണ്ണിൽ വരാനും ഭഗവാനെ തൊഴാനും, ഈ തീർത്ഥ കുളത്തിൽ, ഈ കുളിക്കുന്ന കുളത്തിൽ നിർത്താതെ 108 മുങ്ങി വെള്ളത്തിൽ പൊങ്ങിക്കിടക്കാനൊരു ഭാഗ്യം എനിക്ക് ഭഗവാൻ തന്നു. ഇതെല്ലാം എൻ്റെ വിശ്വാസമാണെന്ന് ഞാൻ നല്ലവണ്ണം വിശ്വസിക്കുന്നു. എൻ്റെ ശരീരത്തിൻ്റെ ഊർജം ഇന്നെനിക്കുണ്ടായ എൻ്റെ അനുഭവം, ഞാൻ തൊഴുതുകൊണ്ട് നിന്നത് എഴഞ്ഞു ചെന്നാണ് ആൾക്കൂട്ടത്തിൽ ഞാൻ തൊഴുതത്. അവരെല്ലാം എന്നെ ഒന്നും പറഞ്ഞില്ല. അതുപോലെ തന്നെ അന്നം കഴിക്കാനും വളരെ സമൃദ്ധമായി ഞാൻ ക്യൂവിൽ നിൽക്കാതെ എന്നെ വിളിച്ചെനിക്ക് ആഹാരം തരാൻ ഈ ഭഗവാന്റെ മക്കൾക്ക് കഴിഞ്ഞു. ഇത്രയും ജനങ്ങൾ ഒത്തുകൂടി നമഃശിവായ നമഃശിവായ മന്ത്രം ജപിച്ചുകൊണ്ട് ആഹാരം കഴിക്കുന്ന ഒരു സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പോകുന്ന ആളാണ്. ഞാൻ മൂകാംബികയിലെ ഭക്തനാണ്. ഞാൻ മുരളേശ്വരത്തെ ഭക്തനാണ്. ഇത്ര ഭക്തിയോടുകൂടി ഭക്തജനങ്ങൾ വന്ന് യാതൊരു ബഹളവുമില്ലാതെ, ആനയുടെ ശല്യമില്ലാതെ, ആ ആനകൾ വരെ വളരെ വിനയത്തോടുകൂടി ഇവിടുത്തെ ഈ ആറാട്ട് ദിവസം സമാപിക്കുവാനുണ്ടായ ആ ചൈതന്യം സാക്ഷാൽ ശിവ ചൈതന്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓ നമഃശിവായ നമഃശിവായ. ഓ സൂര്യായ നമ. ഓം സൂര്യദേവനേ നമ. ഓം അഞ്ജനേയായ ഹനുമന്തായ മഹാബലായ നമ. ഭവാനി. നമസ്കാരം, എൻ്റെ പേര് സിന്ധു. ഞാൻ നീണ്ടൂർ ഡെപ്യൂട്ടി കവറയുള്ള സിനീസ് കളർ വേൾഡ് ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ് സെൻറ്ററിൻ്റെ മാനേജരാണ്. ഇവിടെ സെയിൽ ചെയ്യുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽ, പെയിൻറ്റ്, ഗ്ലാസ്, പ്ലൈവുഡ് എന്നീ ഐറ്റംസാണ്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും.
ഏറ്റുമാനൂരപ്പൻ്റെ അടുത്ത് മിക്കവാറും വരാറുണ്ട്. സർവ്വ ഐശ്വര്യദായകനായ ഏറ്റുമാനൂരപ്പൻ്റെ അനുഗ്രഹം വളരെയേറെ അനുഭവിക്കുന്ന ആളുകൾ കൂടിയാണ്. ഉത്സവത്തിന് എല്ലാ ദിവസവും വരികയും തൊഴുകയും ഒക്കെ ചെയ്യും. പ്രദോഷമൊക്കെ എടുക്കാറുണ്ട്. ശിവരാത്രിയൊക്കെ വളരെ കാര്യമായിട്ട് കൂടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതിൽ നിങ്ങളോട് സംസാരിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. എൻ്റെ പേര് ഉഷാ പണിക്കർ. ഞാൻ ഇവിടെ BCM കോളേജിലാണ് ഒരു വർഷം പ്രീ യൂണിവേഴ്സിറ്റി പഠിച്ചിട്ടുണ്ട്. എൻ്റെ ചേട്ടൻ ഇവിടുത്തെ ദേവസ്വം സൂപ്രണ്ടായിരുന്നു. എൻ്റെ കല്യാണവും ഇവിടെ വെച്ചായിരുന്നു. എൻ്റെ മൂത്ത മോന് ചോറ് കൊടുത്തത് ഞാനിവിടെ വെച്ചാണ്. എപ്പോഴും കിട്ടുമ്പോഴൊക്കെ ഞാനിപ്പം വരും ഇവിടെ തൊഴാൻ. എനിക്കത് ഏറ്റവും വിശ്വാസമുള്ള ഭഗവാനാണ് ഏറ്റുമാനൂരപ്പൻ എന്ന് പറഞ്ഞാൽ. എൻ്റെ ഏറ്റവും എൻ്റെ അച്ഛനും ഇവിടെ പോലീസ് ഇൻസ്പെക്ടറായിട്ട് ജോലി ഇരുന്നിട്ടുണ്ട് പണ്ട്. അന്ന് മുതലേ ഉള്ള ഭക്തിയാണ് ഞങ്ങളുടെ വീട്ടിൽ ഈ കുടത്തിനകത്ത് പൈസയൊക്കെ ഇട്ട് വെച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു ഭഗവാൻ. അത്ര വളരെ ഇപ്പോഴും എനിക്ക് ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ഭഗവാനാണ് എൻ്റെ ഏറ്റുമാനൂരപ്പൻ. ഇവിടെ വെച്ചായിരുന്നു എൻ്റെ കല്യാണം നടന്നത്. എൻ്റെ മൂത്ത മോന് ചോറ് കൊടുത്തത് ഇവിടെ വെച്ചാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് എൻ്റെ ഭഗവാനെ പറ്റി പറയാൻ. എനിക്ക് ഏറ്റവും ഭയങ്കര ഏഴര പൊന്നാനയൊക്കെ അടുത്ത് നിന്ന് തൊട്ട് വന്നിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ ചേട്ടൻ ദേവസ്വം സൂപ്രണ്ടായിരുന്നു അന്നിവിടെ. അങ്ങനെ എല്ലാം ഏറ്റുമാനൂരപ്പൻ എന്ന് വെച്ചാൽ എൻ്റെ ഏറ്റവും അങ്ങേയറ്റത്തെ. എനിക്കിപ്പം വയ്യാതായിട്ട് ഞാൻ എൻ്റെ മോനെയും കൂട്ടിക്കൊണ്ട് വന്നത് ഏറ്റുമാനൂരപ്പനെ തൊഴാൻ വേണ്ടിയിട്ടാണ്. അത്രയ്ക്ക് എനിക്ക് വിശ്വാസമാണ് ഏറ്റുമാനൂരപ്പൻ. ശരി.
നമസ്കാരം, ഞാൻ ഡോക്ടർ ദീപക് പി നാഥ്, ശതധാര ആയുർനികേതത്തിൻ്റെ ഫൗണ്ടർ ആൻഡ് ചീഫ് ഫിസിഷ്യനാണ്. രാവിലെ 9:30 മുതൽ വൈകിട്ട് 8:30 വരെയാണ് നമ്മുടെ ഇവിടുത്തെ പ്രവൃത്തി സമയം എന്ന് പറയുന്നത്. എല്ലാവിധ ചികിത്സകൾക്കുമുള്ള ആധികാരികമായിട്ടുള്ള ഒരു കേന്ദ്രമായിട്ട് തന്നെയാണ് ശതധാര പ്രവർത്തിച്ചു വരുന്നത്. ഇവിടെ 3 ഷിഫ്റ്റുകളായിട്ട് ഡോക്ടർമാർ അവൈലബിൾ ആയിരിക്കും. രാവിലെ 1:30 വരെയും ഉച്ചയ്ക്ക് 5:30 വരെയും അതിനുശേഷം 8:30 വരെയും ഉള്ള സെഷനുകളിൽ ഡോക്ടർമാരുണ്ടാവും. ഈവനിങ് ടൈമുകളിലായിരിക്കും സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകളായിട്ടുള്ള ശാലക്യതന്ത്രം, അതായത് ഒഫ്താൽമോളജി, ENT, ഓർത്തോ റിലേറ്റഡ് കേസുകൾ, ഗൈനക് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളൊക്കെ വരുന്നത് ഈവനിങ് ടൈമുകളിലായിരിക്കും. അത് മുൻകൂട്ടി ബുക്ക് ചെയ്തതിന് ശേഷമായിരിക്കാം അതുണ്ടാകുന്നത്. പകൽ സമയങ്ങളിൽ അതുപോലെ തന്നെ നമ്മുടെ ട്രീറ്റ്മെൻറ്റുകളാണ് പ്രധാനമായിട്ട് ഇവിടെ കണ്ടക്ട് ചെയ്യുന്നത്. അത് ഇതിനുള്ളിൽ തന്നെ ആധികാരികമായിട്ട് തന്നെ ചെയ്യുന്ന, ശാസ്ത്രീയമായി തന്നെ എല്ലാ പഞ്ചകർമ്മ വിധികളോടും കൂടിയിട്ട് ചെയ്യുന്ന ചികിത്സാ സംവിധാനങ്ങൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് പ്രധാനമായിട്ട് ബുധനാഴ്ചകളിൽ ഇവിടെ ഒരു സൗജന്യ OP പ്രവർത്തിക്കുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, കുമാരനെല്ലൂർ ദേവസ്വവും ശതധാരയും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ധാർമ്മികമായിട്ടുള്ള ഒരു ഉത്തരവാദിത്തമായിട്ട് നമ്മളെടുത്ത് ചെയ്യുന്നതാണ്. ബുധനാഴ്ച 4 മണി തൊട്ട് 7 മണി വരെ സൗജന്യമായിട്ടുള്ള കൺസൾട്ടേഷനും മരുന്നും നമ്മൾ സൗജന്യമായി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 2 വർഷത്തോളമായി പ്രവർത്തിച്ചു വരുന്ന ശതധാര ഈ നാട്ടിലെയും അതുപോലെ തന്നെ ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാർക്കും ഒരാശ്വാസമായി എപ്പോഴും നിലകൊണ്ട് പോകുന്ന ഒന്നാണ്. ഈ വരുന്ന ഏറ്റുമാനൂർ തിരുവുത്സവത്തിൻ്റെ ശതധാരയുടെ പേരിലും അതുപോലെ തന്നെ വ്യക്തിപരമായ പേരിലും ഞങ്ങളുടെ ഓരോരുത്തരുടെ പേരിലുമുള്ള തിരുവുത്സവ ആശംസകൾ നേരുന്നു. നന്ദി. നമസ്കാരം, എൻ്റെ പേര് നീൽ സാജു. ഞാൻ പവർജിൻ സോളാർ പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ജനറൽ മാനേജറാണ്, സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ. പവർജിൻ സോളാർ പ്രൈവറ്റ് ലിമിറ്റഡ് നമ്മൾ കേരളത്തിൽ എറണാകുളത്തുള്ള കുമ്പളം എന്ന് പറയുന്ന പ്രദേശത്താണ് നമ്മൾ സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ ഒരു അറൗണ്ട് ഒരു 40 ഇയേഴ്സായിട്ട് നമ്മൾ ഈ സ്ഥാപനം നിലനിൽക്കുകയാണ്. നമ്മളൊരു 20 ഇയേഴ്സിൻ്റെ എബോവ് ആയിട്ട് നമ്മൾ സോളാർ ഫീൽഡിലുണ്ട്. നമ്മൾ ബാറ്ററി ഇൻവേർട്ടേഴ്സിലായിരുന്നു തുടക്കകാലം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ ഇപ്പോൾ നമ്മൾ സോളാർ ഫീൽഡിലോട്ട്, അതായത് ഓൺ ഗ്രിഡ് ആൻഡ് ഓഫ് ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്ന നമ്മൾ PM സൂര്യകറിൻ്റെ സൗരോർജ്ജ പദ്ധതിയിലേക്കാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതായത് സബ്സിഡി സ്കീമിൽ 78,000 നമുക്ക് സബ്സിഡി സ്കീമിലാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ നിലനിൽക്കുന്നത് ഇപ്പോൾ കോട്ടയം പാറോലിക്കൽ, അതായത് ഏറ്റുമാനിൻ്റെ അടുത്ത് പാറോലിക്കൽ എന്ന് പറഞ്ഞുള്ള ഇതാണ് നമ്മുടെ സ്ഥാപനം നിലനിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു 1 ഇയറായിട്ട് നമ്മൾ ഈ സ്ഥാപനം നിന്ന് പോവുകയാണ്. അതുപോലെ നമ്മൾ ഇവിടെ ഈ പറയുന്ന പോലെ കോട്ടയത്തും ഒരുപാട് പ്രദേശത്തും നമ്മളിതുപോലെ വർക്കുകളെല്ലാം ഒത്തിരി ചെയ്തിട്ടുമുണ്ട്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ തിരുവോത്സവത്തിന് പവർജിൻ്റെയും എൻ്റെയും വ്യക്തിപരമായ എല്ലാ ആശംസകളും. വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ വന്നപ്പോൾ 2 ഭക്തരെ ഞാൻ കണ്ടു. വർഷങ്ങളായിട്ട് ഇവിടെ എത്തുന്നവരാണ്. അമ്മ ഇവിടെ നിന്ന് വരുന്നു? ഞങ്ങൾ വൈക്കത്തുനിന്ന് വരുന്നു. ഏറ്റുമാനൂരപ്പൻ്റെ അനുഗ്രഹത്തെക്കുറിച്ച് അനുഗ്രഹത്തിന് വേണ്ടി വന്നതാണ്. ഏറ്റുമാനൂരപ്പനോട് എന്ത് ചോദിച്ചാലും ഭഗവാൻ തരും. എത്ര വർഷങ്ങളായിട്ട് വരുന്നുണ്ട്? ഞങ്ങളൊരു വർഷങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് സൗകര്യമുള്ളപ്പോഴൊക്കെ വരും. ഒക്കെ വരും. നമ്മുടെ ഭഗവാനല്ലേ അല്ലേ? നമ്മുടെ ഭഗവാനല്ലേ. പറഞ്ഞോട്ടെ, എന്താണ് പേര്? MS നായർ. വൈക്കത്താണ്.
രണ്ടുപേരും കൂടെ ഒരുമിച്ചാണോ? അല്ല, അതെ, ഞാനും ഭാര്യയാണ്. ഒന്നിച്ച് വരാൻ പറ്റുള്ളൂ. ഭഗവാനെ കുറിച്ച് രണ്ട് വാക്കൊന്ന് പറഞ്ഞാട്ടെ. വൈക്കം മഹാദേവൻ മഹാദേവന്റെ വലിയ കൂട്ടുകാരനാണ് ഏറ്റുമാനൂരപ്പൻ. രണ്ടും രണ്ട് സ്വഭാവക്കാരാണ്. ഏറ്റുമാനൂരപ്പന് കൊടുക്കാന്ന് പറഞ്ഞാൽ മറ്റത്തപ്പൻ അങ്ങനെയൊന്നുമില്ല, തന്നാ മേടിക്കും. അപ്പൊ എല്ലാവർക്കും രണ്ടുപേർക്കും ഇനി ഒരുപാട് ആയുസ് ആരോഗ്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഏറ്റുമാനൂരപ്പന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓക്കെ. എൻ്റെ പേര് നിഷ എന്നാണ്. എൻ്റെ വീട് ഇവിടെ ഏറ്റുമാനൂർ തന്നെയാണ്. ഞാൻ എൻ്റെ ചെറിയ പ്രായം മുതലേ തന്നെ ഏറ്റുമാനൂരപ്പൻ്റെ ഒരു ഭക്തയാണ് ഞാൻ. എല്ലാ ദിവസവും തന്നെ കഴിവതും എല്ലാ ദിവസവും തന്നെ വരാൻ ഞാൻ നോക്കും, വരാൻ ശ്രമിക്കും. പിന്നെ ഏറ്റുമാനൂരപ്പൻ്റെ ഒരുപാട് അനുഗ്രഹങ്ങൾ നല്ല രീതിയിൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത്രയ്ക്കും വിശ്വാസമാണ് ഞങ്ങൾക്ക് ഭഗവാനെ. ഞങ്ങളുടെ ഒത്തിരി കഷ്ടതകളിൽ നിന്നും ഒത്തിരി ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഭഗവാന്റെ അനുഗ്രഹം എനിക്കും എൻ്റെ കുടുംബത്തിനും നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. എൻ്റെ പേര് ഡോക്ടർ രാഖി എം.ആർ. ഞാൻ മണ്ണാൽ ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനാണ്. സ്ഥലം മാടപ്പാട് ഏറ്റുമാനൂരാണ്. അയർക്കുന്നം റോഡിലെ മാടപ്പാടാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ എല്ലാവിധ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. പ്രസവാനന്തര ചികിത്സകളും ഇവിടെ ലഭ്യമാണ്. ഏറ്റുമാനൂർ ഉത്സവത്തിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. ഗീത എന്നാണ് പേര്. ഞാനിവിടെ കടുത്തുരുത്തി തിരുവമ്പാടി എന്നാണ് വരുന്നത്. എല്ലാ വർഷവും ഭഗവാന്റെ അടുത്ത് ഉത്സവം കൂടാൻ വരാറുണ്ട്. എൻ്റെ അമ്മയുടെ വീട് ഇവിടെ ഏറ്റുമാനൂരാണ്. അപ്പം ഞങ്ങൾ ചെറുപ്പം മുതലേ വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹം ഒരുപാടുണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ. ഞങ്ങൾ ഭഗവാന്റെ അത്ര കടുത്ത വിശ്വാസികളാണ്. ഏറ്റുമാനൂരപ്പനെ കാണാനായി ഞങ്ങൾ എല്ലാ വർഷവും വരും, ഇടയ്ക്കും വരാറുണ്ട്. പ്രത്യേകിച്ച് ഉത്സവത്തിന് കൊടി കയറി കഴിഞ്ഞാൽ ഭഗവാനെ വന്ന് തൊഴാനായി തീർച്ചയായിട്ടും വരും. ഞങ്ങളിവിടെ വരും, മിക്കവാറും വരും, വന്ന് തൊഴും. വെളുപ്പിനെ വന്ന് കുളിച്ച് നിർമ്മാല്യം തൊഴാറുണ്ട് എൻ്റെ അമ്മയായിട്ട്. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ട് ഞങ്ങൾക്ക്, അതല്ലേ ഞങ്ങൾ ഓടിയെത്തുന്നത്. ഹായ്, ഞാൻ ശാലിനി സഹദേവ്. എൻ്റെ സ്ഥാപനത്തിൻ്റെ പേര് അലോവേര ബ്യൂട്ടി ആൻഡ് മേക്കപ്പ് ലോഞ്ച്. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് സിൽക്കോൺ ഹൈപ്പർ മാർക്കറ്റിനടുത്ത് ഏറ്റുമാനൂറാണ്. ഞങ്ങൾക്ക് ഇവിടെ ലേഡീസിന് വേണ്ടി മാത്രമുള്ള പ്രീമിയം സലൂണാണ് ഇത്. ഫേഷ്യൽസ്, ഹെയർ ട്രീറ്റ്മെൻറ്റ്സ്, സ്കിൻ ട്രീറ്റ്മെൻറ്റ്സ്, എല്ലാവിധ സർവീസുകളും ഞങ്ങൾ നന്നായിട്ട് തന്നെ നല്ല പ്രീമിയം പ്രൊഡക്റ്റിൽ ചെയ്യുന്നുണ്ട്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ തിരുവുത്സവത്തിന് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും നേരുന്നു.
എൻ്റെ പേര് ടിജോ ജോസഫ്. ഞാനിവിടെ ന്യൂ ബ്രൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് സാനിറ്ററി വെയർ എന്ന സ്ഥാപനം നടത്തുകയാണ്. ചെറുവാണ്ടൂർ ആണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഏറ്റുമാനൂർ എന്ന് മാനർകാട് ബൈപ്പാസിലാണ് എൻ്റെ ഷോപ്പുള്ളത്. ഇവിടെ നമ്മുടെ ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ള ഐറ്റംസ്, സാനിറ്ററി വെയർ, പ്രധാനമായും പ്രമുഖ ബ്രാൻഡുകളായിട്ടുള്ള ഗ്ലിഗ്രൻഡ്, അതുപോലെ തന്നെ സിറയുടെ സാനിറ്ററി വെയർസ്, അങ്ങനെയുള്ള ഐറ്റംസാണ് നമ്മൾ. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് ന്യൂ ബ്രൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് സാനിറ്ററി വെയറിൻ്റെ ആശംസകൾ. നമസ്കാരം, എൻ്റെ പേര് ദിനേശ് നമ്പൂതിരി. ഞാൻ ഏറ്റുമാനൂർ പാലാ റോഡിൽ ബൈപ്പാസ് ജംഗ്ഷന് സമീപം പ്രവർത്തിക്കുന്ന DJ മാർട്ട് ഹൈപ്പർ മാർക്കറ്റ് എന്ന സ്ഥാപനത്തിൻ്റെ പാർട്ട്ണർമാരിൽ ഒരാളാണ്. വിപുലമായ ഉൽപ്പന്ന ശേഖരങ്ങളുടെയും അതിവിശാലമായ പാർക്കിംഗ് സൗകര്യങ്ങളുടെയും എല്ലാവിധ സൗകര്യങ്ങളും ഒത്തുചേർന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന ഈ ഹൈപ്പർ മാർക്കറ്റ് പൊതുജനങ്ങളുടെ താല്പര്യങ്ങളെല്ലാം സംരക്ഷിക്കുന്നു എന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ചരിത്രപ്രസിദ്ധമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് DJ മാർട്ട് ഹൈപ്പർ മാർക്കറ്റിലെ മാനേജ്മെൻറ്റിൻ്റെയും സ്റ്റാഫിൻ്റെയും തിരുവുത്സവ ആശംസകൾ നേർന്നുകൊള്ളുന്നു. എൻ്റെ പേര് അലക്സ് ജോർജ്. ഞാൻ ഏറ്റുമാനൂർ അലൈഡ് ഫർണിച്ചർ എന്ന് പറഞ്ഞ പ്രസ്ഥാനം നടത്തുന്നു. എല്ലാവിധ ഫർണിച്ചർ ഐറ്റങ്ങളും, അത് സ്റ്റീല്, ഇമ്പോർട്ടഡ് ഫർണിച്ചർ, സോഫ സെറ്റുകൾ, സ്റ്റീൽ അലമാരകൾ, എല്ലാ ഐറ്റങ്ങളും തന്നെ ഇവിടെ ഞാൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റുമാനൂർ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് എൻ്റെ കട. അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു സംവിധാനം, നമുക്ക് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും കിട്ടാനുള്ളൊരു സംവിധാനം നമ്മളിലുണ്ട്. പിന്നെ ഏറ്റുമാനൂർ അമ്പലത്തിലെ ഉത്സവമാണ്. അതിനുവേണ്ടി എല്ലാവർക്കും ഏറ്റുമാനൂരപ്പൻ്റെ ഉത്സവത്തിന് വേണ്ടി ആശംസകൾ നേരുന്നു.
എൻ്റെ പേര് മുരുകൻ. മുരുക ബേക്കിംഗ് യൂട്ടൻസിൽസ് എന്ന സ്ഥാപനം നടത്തുന്നു അന്തിനാട്ടിൽ. ബേക്കറിക്കാർക്കും കേറ്ററിംഗുകാർക്കും ആവശ്യമായ എല്ലാവിധ ഉപകരണങ്ങളും ഇവിടെ കിട്ടുന്നതാണ്. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് എല്ലാവിധ ആശംസകളും. നമസ്തേ, ഞാൻ രഞ്ജിത്ത്. ഏറ്റുമാനൂർ ഏഴപ്പനാടയുടെ നാട്ടിൽ ഏറ്റുമാനൂരപ്പൻ്റെ തിരുവുത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റുമാനൂർ പാലാ റോഡിലുള്ള ഡെക്കർ ഡ്രീംസിൻ്റെ ഇൻറ്റീരിയൽ ഫർണിഷിംഗ് ഷോപ്പായ ഡെക്കർ ഡ്രീംസിൻ്റെ തിരുവുത്സവ ആശംസകൾ. നന്ദി. എൻ്റെ പേര് ശ്രീ മാഞ്ഞൂർ ശിവപ്രസാദാണ്. അതുപോലെ എൻ്റെ സഹധർമ്മിണിയാണ് സാവിത്രി ശിവപ്രസാദ്. ഏറ്റുമാനൂരപ്പൻ നമ്മുടെ മഹാഗുരു, പരമപിതാവാണ്, മഹാഗുരുവാണ്. ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാ വർഷവും വരാറുണ്ട്. പിന്നെ ഞങ്ങൾ ഭജൻസും അതുപോലെ ഗാനമേള ഒക്കെ ചെയ്യാറുണ്ട്. ബേസിക്കലി അധ്യാപകരാണെങ്കിലും ഞങ്ങളിപ്പോൾ സമയം കണ്ടെത്തി ഇപ്പം കഴിയുന്നത്ര എല്ലാ ദിവസവും തന്നെ വരാൻ ശ്രമിക്കാറുണ്ട്. ഭഗവാനെ ഇപ്പം ആറാട്ടിന് കുളിക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം തിരിച്ചു വരുന്നിടം വരെ നിൽക്കാൻ പറ്റുമെന്നറിയില്ലെങ്കിലും മനസ്സിലെപ്പോഴും അദ്ദേഹത്തിൻ്റെ ആ ഒരു രൂപമാണ്. ഇവിടെ വരുമ്പോൾ കിട്ടുന്ന ആ ഒരു ഊർജ്ജം എന്ന് പറയുന്നത് അത് എന്താ പറയുന്നത്, അൺഡിഫൈൻഡ് ആണ്, പറയാൻ പറ്റാത്ത ഒരു സൗഭാഗ്യമാണ്. ഏറ്റുമാനൂരിൻ്റെ മാത്രം ഒരു അഹങ്കാരമാണ് ഏഴര പൊന്നാന എന്ന് പറയുന്നത്. അതുകൊണ്ട് ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളുന്ന ആ ഭഗവാന്റെ അനുഗ്രഹം എല്ലാ സമസ്ത ലോകർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഈ അവസരത്തിൽ. എനിക്ക് ആദ്യം ഏറ്റുമാനൂരപ്പനെ പറ്റി എൻ്റെ മനസ്സിലിപ്പം തോന്നിയത് കാളിദാസൻ്റെ ഒരു ശ്ലോകമാണ്. അതിനേക്കാൾ വലിയതൊന്നുമില്ലല്ലോ, അതാ എപ്പോഴും തുടങ്ങുന്നത്. വാഗർധാവിവശം. ഏറ്റുമാനൂരപ്പൻ ലോകത്തിലെല്ലായിടത്തും പാടാൻ ഒരു ഭാഗ്യം തന്നു. അതുപോലെ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഭഗവാന്റെ ആ അനുഗ്രഹം ഉണ്ടാകാൻ, ആ പഞ്ചാക്ഷരി മന്ത്രം എന്നും ഹൃദയത്തിൽ ഉരുവിടാൻ, മാർക്കണ്ഡേയനെ പോലെ ആ ശിവലിംഗത്തിൽ കെട്ടിപ്പിടിച്ച് മാർക്കണ്ഡേയനായി തന്നെ മാറാൻ എല്ലാവരെയും മഹാദേവൻ തിരുവേറ്റുമാനൂരപ്പൻ അനുഗ്രഹിക്കും. ഇതൊരു സത്യമാണ്. ഇങ്ങനെ ഒരു യാത്ര തുടരുകയാണെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാ സൗഭാഗ്യങ്ങളും നമ്മളിൽ തന്നെയാണ്. ശിവൻ നമ്മളിൽ തന്നെയാണ്. അതാണ് ശിവോഹം. ഓം നമഃ ശിവായ. നമസ്കാരം, ഞാൻ അരുണിമ കെ ബൈജു. ഏറ്റുമാനൂർ ബൈപ്പാസ് റോഡിൽ കളത്തുവേൽ ഫർണിച്ചർ എന്ന സ്ഥാപനത്തിലെ മാനേജിംഗ് പാർട്ണറാണ്. സ്വന്തം ഫാക്ടറിയിൽ തേക്കിൻ തടിയിൽ നിർമ്മിതമായ സെറ്റുകൾ, ദിവാൻ കോട്ടുകൾ, അലമാരകൾ, ഡൈനിങ് ടേബിളുകൾ, ചെയറുകൾ, ദിവാൻ കോട്ടുകൾ, ഓഫീസ് ടേബിളുകൾ എല്ലാം നമ്മളിവിടെ നിർമ്മിച്ചു നൽകുന്നതാണ്. ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് കളത്തുവേൽ ഫർണിച്ചറിൻ്റെയും കുടുംബാംഗങ്ങളുടെയും ആശംസകൾ നേരുന്നു.
എൻ്റെ പേര് സലിമോൻ. ഞാൻ ഏറ്റുമാനൂർ അമ്പലത്തിനടുത്ത് SS വെജിറ്റേറിയൻ ഹോട്ടൽ നടത്തുന്നു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. ഞാൻ ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട്. ഞങ്ങൾ ഇവിടെ തന്നെ ജനിച്ചു വളർന്നതാണ്. പിന്നെ ചെറുപ്പം മുതലേ ഭഗവാന്റെ മുമ്പിൽ വന്ന് ഓരോ കാര്യത്തിനും നമുക്ക് എല്ലാ കാര്യവും ആവശ്യപ്പെടുന്ന അപ്പോൾ തന്നെ നമുക്ക് സാധിച്ചു തരുന്ന ഒരു അനുഭവങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ എല്ലാ വർഷവും ഇവിടെ വന്ന് നമ്മൾ ഉത്സവത്തിൻ്റെ സമയത്താണേലും അല്ലെങ്കിലും എല്ലാം വന്ന് ഇവിടെ വന്ന് തൊഴുത് പ്രാർത്ഥിക്കാറുണ്ട്. ഭഗവാന്റെ അനുഗ്രഹങ്ങൾ എപ്പോഴും ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായിട്ടുണ്ട്. നീണ്ടൂർ അഗസ്ത്യ ആയുർവേദ മർമ്മ ചികിത്സാലയത്തിൻ്റെ MD ആണ് ഞാൻ. എൻ്റെ പേര് പ്രതാപൻ. ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന് പ്രത്യേകിച്ച് ഏഴരപ്പൊന്നാനയുമായിട്ട് ബന്ധപ്പെട്ട് ആണ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലെ ഉത്സവം നടക്കുന്നത്. അതിന് ഞങ്ങളുടെയും ഉഷശ്രീ ഗ്രൂപ്പിൻ്റെയും എല്ലാവിധ ആശംസകളും വർദ്ധിക്കും. നമസ്കാരം, ഞാൻ കണ്ണൻ. ഏറ്റുമാനൂർ ഞാൻ KNB കാറ്ററിംഗ് സർവീസ് എന്ന സ്ഥാപനം നടത്തുന്നു. അതുപോലെ തന്നെ KNB ഓഡിറ്റോറിയം എനിക്കുണ്ട്. ഞാൻ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിരുവുത്സവ ആശംസകൾ നേർന്നു.
ചരിത്രപ്രസിദ്ധമായ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിന്, ഏഴരപ്പൊന്നാന ദർശനത്തിന്, നാടിൻ്റെ മഹോത്സവത്തിന് ഏറ്റുമാനൂർ ക്ഷേത്രത്തിന് പടിഞ്ഞാറേ നടയിൽ പ്രവർത്തിക്കുന്ന മിനർവ ഗിഫ്റ്റ് ആൻഡ് അപ്ലയൻസസിൻ്റെ പ്രിയപ്പെട്ട MD സുധി ജിയുടെയും സ്റ്റാഫ് അംഗങ്ങളുടെയും എല്ലാവിധ തിരുവുത്സവ ആശംസകളും നേർന്നുകൊള്ളുന്നു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ റോഷൻ. ആദ്യം തന്നെ എല്ലാ സുഹൃത്തുക്കൾക്കും ശ്രീ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവ ആശംസകൾ നേരുന്നു. നമ്മുടെ മാതാ ഹോമിയോപ്പതി കുറുപ്പന്തറയും കല്ലറയുമായിട്ട് സ്ഥിതി ചെയ്യുന്നു. കഴിഞ്ഞ 8-9 വർഷമായിട്ട് വിട്ടുമാറാൻ നിൽക്കുന്ന തുമ്മൽ, ജലദോഷം, കുറേ വർഷങ്ങളായി ചികിത്സിച്ചിട്ടും മാറാതെ നിൽക്കുന്ന അലർജി എന്നിവയ്ക്കുള്ള ചികിത്സകൾ നമ്മൾ നൽകി വരുന്നു. ഇവയെല്ലാം പൂർണ്ണമായി തന്നെ വളരെ കുറച്ച് കാലയളവിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കി കൊടുക്കുന്നുമുണ്ട്. എന്തൊക്കെയാണെങ്കിലും എല്ലാ ആളുകൾക്കും ആരോഗ്യ സൗഖ്യങ്ങൾ നേർന്നുകൊണ്ട് വീണ്ടും ഒന്നുകൂടി തിരുവുത്സവ ആശംസകൾ നേരുന്നു. ചരിത്രത്തിൽ ഇടം നേടിയ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ തിരുവുത്സവത്തിൻ്റെയും ചരിത്ര പ്രാധാന്യമുള്ള ഏഴരപ്പൊന്നാന ദർശനത്തിൻ്റെയും മറ്റ് ഉത്സവങ്ങളുടെയും ചടങ്ങുകളുടെയും പ്രസക്ത ഭാഗങ്ങളാണ് ലൈവ് TV കേരള എൻ്റയർ മീഡിയ ടീമിനൊപ്പം ദിവ്യദർശനം എന്ന പ്രോഗ്രാമിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ഏവർക്കും ഏറ്റുമാനൂർ മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റയർ മീഡിയ ടീമിനും പ്രിയപ്പെട്ട ക്യാമറാമാൻ റിച്ചോയി പറവറിനൊപ്പം മറ്റൊരു മനോഹരമായ എപ്പിസോഡിൽ കണ്ടുമുട്ടാം. സൈനിങ് ഓഫ് ഷിയാദ് ചങ്ങനാശ്ശേരി.